ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 2 കേസുകളിലാണ് അറസ്റ്റ്. ഇന്നലെ രാവിലെ വസതിയിൽ നിന്ന് SIT കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നു. പ്രതിയെ ഇന്ന് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. S സാരംഗും അതോടൊപ്പം തന്നെ VV അരുണും ഒപ്പം VV വിനോദും കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം S സാരംഗിലേക്ക് കടക്കുകയാണ്. സാരംഗ്, ഇതിപ്പോൾ സ്വർണ്ണപ്പാളി മോഷണ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 11 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം പുലർച്ചെയോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 കേസുകളിലാണെന്ന് മനസ്സിലാക്കുന്നു. അതേതൊക്കെ കേസുകളിലാണ്? ഇനിയുള്ള നിയമനീക്കം അതെങ്ങനെയാണ്? തീർച്ചയായും അറിയാം, ഇന്നലെ രാത്രി മുഴുവൻ, അതായത് ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്യൽ നടപടികൾക്ക് ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 3 മണിയോടുകൂടിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് പുലർച്ചെ 4 മണിയോടുകൂടി വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരിച്ച് തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെയാണ് ഉള്ളത്. ഇവിടെ നിന്നും പിന്നെ 7 മണി കഴിയുന്നതോടുകൂടി ഇവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കേസുകളിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിലും പിന്നെ ഒപ്പം തന്നെ കട്ടിള, അതായത് ഈ ഒരു വാതിൽപ്പടിയിലെ കട്ടിളയിലെ സ്വർണ്ണമോഷണത്തിലും കൂടിയാണ് ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു SITയുടെ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ച ആദ്യ അറസ്റ്റാണ്. മാത്രമല്ല ഇതിന്റെ തുടർച്ചയായി പല നിർണായക വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണമൊരുക്കി ഈ ജീവനക്കാർക്കടക്കം വീതിച്ചു നൽകിയെന്നടക്കമുള്ള പല നിർണായക വിവരങ്ങളും ഈ ഒരു അന്വേഷണ സംഘത്തിന് നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല തുടർന്ന് അന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ ഒരു 2 കേസുകളിലും 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഒരു വിവാദവുമായി, ഈ ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് തന്നെ റാന്നിയിലേക്ക് എത്തിക്കും. തുടർന്ന് ഈ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് അന്വേഷണങ്ങളും മറ്റും ഉണ്ടാവുക. ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ലഭിച്ച സ്വർണ്ണത്തേക്കാൾ ഏറെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുണ്ടെന്നടക്കമുള്ള വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു അന്വേഷണ സംഘമായതുകൊണ്ട് തന്നെ തുടക്കം തന്നെ വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഒരു ക്രൈംബ്രാഞ്ച് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ തിരുവനന്തപുരത്തെ ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തുടരുകയാണ്. ഇവിടെ നിന്ന് ഏത് നിമിഷവും ഈ ഒരു പത്തനംതിട്ട റാന്നിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. സാരംഗ് തുടരുക. ഇപ്പോൾ VV വിനോദ് കൂടി നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. വിനോദ, ആദ്യ അറസ്റ്റ് അതുണ്ടായിരിക്കുന്നു. വളരെ നിർണായകമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ളത് എന്നതാണ് ശ്രദ്ധേയം. അതായത് ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട്. ഈ സ്വർണം വിറ്റ് പണം എല്ലാവരും വീതിച്ചെടുത്തു എന്ന തരത്തിലുള്ള നിർണായകമായ മൊഴിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇനി പിന്നാലെ അറസ്റ്റിലാവാൻ ഒരു നീണ്ട നിര തന്നെ, അത് ഉദ്യോഗസ്ഥരുടേതാകാം, ബോർഡ് അംഗങ്ങളുടേതാകാം, അതിങ്ങനെ പിന്നാലെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം, അല്ലേ? ആര്യ, ഇതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ചുള്ള വിശദീകരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്നത്. 1-ാം പ്രതിയായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണനെ 1-ാം പ്രതിയാക്കി ഉള്ള കേസുകളിൽ ഈ വിശദീകരണം വരുന്നത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി കൊണ്ടുപോയി എന്നതാണ്. പക്ഷേ ഈ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണം വിറ്റു എന്നത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മൊഴി ഇതുവരെ നൽകിയിട്ടില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നിരപരാധിത്വം പറയുന്നു എന്നതാണ്. പക്ഷേ അത് അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം ഏതാണ്ട് 3.5 കിലോ സ്വർണത്തിൻ്റെ കുറവാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ കുറവായി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് എവിടെ പോയി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ദേവസ്വം ബോർഡ് രജിസ്റ്റർ ചെയ്ത മഹസറിൽ, അവരുടെ മഹസറുണ്ട്, ഈ സ്വർണം കൊണ്ടുപോകുന്നതിന് മുമ്പ് അവിടെ ഔദ്യോഗിക രേഖയായി കൈകാര്യം ചെയ്തിട്ടുള്ള മഹസറിൽ ചെമ്പ് പാളികൾ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് സ്വർണം പതിച്ച പാളികൾ കൊണ്ടുപോയെങ്കിൽ അത് എന്തുകൊണ്ട് ചെമ്പ് പാളിയായി മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെയാണ് ഈ ദേവസ്വം ബോർഡ് പോലും ഇതിൽ 8-ാം പ്രതിയായി വരുന്നത്.
ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അവിടം കൊണ്ട് ഈ കേസ് അവസാനിക്കുന്നില്ല. ആരൊക്കെ പിന്നീട് ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ടി വരും എന്നത് തന്നെയാണ് പ്രധാനം. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റേറ്റ് ഏജൻസിയുടെ അന്വേഷണമാണ്. വിജിലൻസ് ആണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഇഡിയുടെ അന്വേഷണം, CBI അന്വേഷണം ഇത് ആവശ്യപ്പെടാനുള്ള തീരുമാനം ഉണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് കോടതി വഴിയോ അല്ലെങ്കിൽ CBI അന്വേഷണത്തിനാണെങ്കിൽ സ്റ്റേറ്റ് അതിനൊരു വിജ്ഞാപനം പുറത്തിറക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങൾ വൈകും. അങ്ങനെയാണെങ്കിൽ EDയുടെ വിപുലമായ അന്വേഷണം, ഈ ED ഇതിൽ പ്രാഥമികമായ ചില പരിശോധനകൾ നടത്തുന്നുവെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതൊരു ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് മാറുകയും അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കേസിലെ പ്രതികളെ കേന്ദ്ര ഏജൻസികൾ കസ്റ്റഡിയിൽ എടുക്കുന്ന നില വരും. അത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നേരത്തെയൊക്കെ നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസിലടക്കമുള്ള സംഭവങ്ങളിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥന്മാർ പ്രതികളെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ അവർക്കുമേൽ ഒരു സമ്മർദ്ദം ചെലുത്തി സ്റ്റേറ്റിന് എതിരെയുള്ള മൊഴികൾ വാങ്ങുന്നു എന്ന പരാതി ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ക്രൈംബ്രാഞ്ച് കേസെടുത്ത ചരിത്രവുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സെൻട്രൽ ഏജൻസിയുടെ കൈകളിലേക്ക് ഈ പ്രതികൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോവുക എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാനത്തിനും വലിയ ആശങ്കയുണ്ട്, CPM-ന് ആശങ്കയുണ്ട്, സർക്കാരിന് ആശങ്കയുണ്ട്. ഇതിൽ അത് പറയാൻ കാരണം ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ വിമർശനം വരുന്നുണ്ട്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരെയുള്ള വിമർശനമുണ്ട്. മറ്റൊരു പ്രസിഡന്റായിരുന്ന വാസു, അദ്ദേഹം നേരത്തെ ദേവസ്വം കമ്മീഷണറായിരുന്നു, അദ്ദേഹം കൈകാര്യം ചെയ്ത സമയത്താണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. അയ്യപ്പ സംഗമം പോലെ വലിയ പരിപാടി നടത്തി അത് നേരത്തെ ഉള്ള യുവതീ പ്രവേശത്തിൻ്റെ ഒരു ഡാമേജ് മാറ്റാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്ന സമയത്ത് ഈ അയ്യപ്പ സംഗമം നടത്തുന്നു. എന്നാൽ തൊട്ട് പിന്നാലെ വരുന്നത് ഇടുത്തി പോലെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ ആ പാളി എവിടെ പോയി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. കട്ടളയിലെ സ്വർണവും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണവും ഒക്കെ എവിടേക്ക് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് ആര് കൊണ്ടുപോയി? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിലേക്ക് പോയാൽ ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ പേരുകൾ പറയുമോ എന്നതടക്കമുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്ന് പത്തനംതിട്ട റാന്നി കോടതിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ഈ മൊഴികൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതിയുടെ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിന് വലിയ ഇടപെടൽ സാധ്യമല്ല. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണമാണ്. സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആശങ്ക ഇല്ല എന്ന് കേന്ദ്രങ്ങൾ പറയുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി, മറ്റ് തെളിവുകൾ ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെ തന്നെ ഈ പാളുകൾ കൊണ്ടുപോയപ്പോൾ സിനിമാ താരം ജയറാമിൻ്റെ വീട്ടിലടക്കം കൊണ്ടുപോയി അവിടെ നിന്നൊന്നും പണം വാങ്ങിയിട്ടില്ല എന്ന ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി. എങ്കിൽ ഈ സ്വർണം എവിടെ പോയി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഏതെങ്കിലും സമ്പന്നർക്ക് നൽകിയോ? പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് ഇത് ചില സമ്പന്നർക്ക്, കോടീശ്വരന്മാർക്ക് വിറ്റു എന്ന കാര്യമാണ് പറയുന്നത്. ഏതായിരുന്നാലും വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർ, അവിടുത്തെ സമ്പന്നർ, അവരെയൊക്കെ സംബന്ധിച്ച് ശബരിമല വളരെ വൈകാരികമായ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ, അവരുടെ വീടുകളിൽ വെച്ചിട്ടുണ്ടോ, അതിന് വലിയ തോതിലുള്ള പണം വാങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴി, കോടതിയുടെ മുമ്പിലെത്തുന്ന റിപ്പോർട്ട്, ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആര്യ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്വർണം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, ആരുടെ പക്കലാണ് ഉള്ളത് എന്ന് കണ്ടെത്തുക എന്നത് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തന്നെയാകും അതിലേറെ നിർണായകമായി വരിക. ഇനിയുള്ള നീക്കങ്ങൾ, ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ, അത് വളരെ തിടുക്കത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയല്ലേ നമുക്ക് കാണുന്നത്? ഇനി കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക, ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള മറ്റ് പരിശോധനകൾ നടത്തുക എന്നുള്ളത് വളരെ തിടുക്കത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ നടക്കാൻ, അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയല്ലേ ഉള്ളത്? ആര്യ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില ശാസ്ത്രീയമായ തെളിവുകളാണ്. ഇത് സ്വർണം പൊതിയുക, സ്വർണം പൂശുക, ഇങ്ങനെ ടെക്നിക്കലി രണ്ട് കാര്യങ്ങളാണ്. സ്വർണം പൊതിയുക എന്നത് ഈ ചെമ്പ് പാളിക്ക് മുകളിൽ തന്നെ സ്വർണത്തിൻ്റെ പ്ലേറ്റ് പതിക്കുക എന്നതാണ്. സ്വർണം പൂശുക എന്നത് ഒരു കെമിക്കൽ വഴിയുള്ള ഒരു പ്രക്രിയയാണ്, ഒരു രാസപ്രക്രിയയാണ്. അത് ശബരിമലയിൽ വെച്ച് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. നമുക്കറിയാം,
ഈ കാഡ്മിയത്തിൻ്റെയൊക്കെ പുറത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലോ മറ്റു കാര്യങ്ങളോ ഒക്കെ പൊതിയുന്ന എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ടാങ്കുകളൊക്കെ നിർമ്മിക്കുമ്പോൾ അത് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി വലിയ പ്ലാന്റൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് ചെയ്യുന്ന ഒരു രാസപ്രക്രിയയാണ്. പക്ഷേ ശബരിമല പോലെ സന്നിധാനം പോലെ ചെറിയൊരു പ്രദേശത്ത് അങ്ങനെയുള്ള സ്വർണം പൂശൽ നടക്കില്ല, സ്വർണം പൊതിയലേ നടക്കൂ. അതാണ് വിജയ് മല്യ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ നേർച്ചയായി ശബരിമലയിൽ അദ്ദേഹം ചെയ്ത കാര്യം സ്വർണം പൊതിയലാണ്. അതായത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്ന് നേരത്തെ ഉള്ള ചെമ്പ് തകിടിന് മുകളിൽ പതിക്കുക എന്നതാണ്. ആ ഒരു പാളികൾ ഇവിടെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണം പൂശാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പാളികൾ ഒന്നാകെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ശരിയല്ല. കാരണം പൊതിഞ്ഞ സംഗതിയാണ്. നേരത്തെ ഉള്ള പാളികൾക്ക് മുകളിൽ സ്വർണം പൊതിഞ്ഞ സംഗതിയാണ്. അത് ഒരു പാളിക്ക് മുകളിൽ മറ്റൊരു പാളി വെച്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള നിരവധി പാളികളാണ്, സ്വർണത്തിൻ്റെ പാളികളാണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇത് ചെമ്പ് പാളികൾ എങ്ങനെ ആണെന്ന് എങ്ങനെ മഹസറിൽ എഴുതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ മുതൽ ഇതിൻ്റെ തട്ടിപ്പ് തുടരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. സ്വർണം പൊതിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു എന്നതിന് പകരം അത് വെട്ടിത്തിരുത്തി ചെമ്പ് പാളികൾ കൊണ്ടുപോകുന്നു എന്ന് എഴുതിയ ആൾ ഉൾപ്പെടെ അന്നത്തെ ദേവസ്വത്തിൻ്റെ ചുമതലക്കാർ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങും. അതിന് മുകളിലേക്ക് രാഷ്ട്രീയക്കാർ ഇതിൽ ഉൾപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അന്നത്തെ ദേവസ്വം മന്ത്രിയോ അന്നത്തെ സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകളോ ഒക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴികൾ ഒരു സ്റ്റേറ്റ് ഏജൻസിക്കാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയിലേക്ക് പോകാനൊന്നും സംസ്ഥാനം ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നൊരു സമയമാണ്, തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഉദ്യോഗസ്ഥരുടെ മേലേക്ക് പോകുമെന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കേന്ദ്ര ഏജൻസി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം, ഇപ്പോൾ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം കേന്ദ്ര ഏജൻസികൾ കൊണ്ടുപോകുന്ന നില വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ സ്റ്റേറ്റിൻ്റെ കാര്യം കൂടുതൽ പരിങ്ങലിലാകും. നമുക്കറിയാം, ലൈഫ് മിഷൻ കേസിലും സ്വർണ്ണക്കടത്ത് കേസിലും വളരെ തിടുക്കപ്പെട്ട് ഒന്നും ചെയ്യാതിരുന്നു ഏറ്റവും ഒടുവിൽ കേന്ദ്ര ഏജൻസികൾ വരുന്നു എന്നൊരു അവസ്ഥയെത്തിയപ്പോൾ ഈ രേഖകളെല്ലാം പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് അന്ന് സംസ്ഥാന വിജിലൻസിൻ്റെ പ്രവർത്തനമുണ്ടായി. ആ സമയത്തും വിവാദം ഉയർന്നു വന്നതാണ്. രേഖകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര ഏജൻസികളുടെ കൈകളിലേക്ക് ഈ രേഖകൾ എത്താതിരിക്കാൻ വേണ്ടി രേഖകളെല്ലാം സ്റ്റേറ്റ് ഏജൻസികൾ എടുക്കുന്നു എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ അന്ന് പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ഏതായിരുന്നാലും തിടുക്കപ്പെട്ട് ഇത്രയും ദിവസം ഇല്ലാതിരുന്ന തരത്തിൽ ഇന്നലെ BJPയുടെ സമരമുണ്ടാകുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാമോർച്ചയുടെ സമരമുണ്ടാകുന്നു. രാജീവ് ചന്ദ്രശേഖർ അവിടെ പ്രഖ്യാപനം നടത്തുന്നു, കേന്ദ്ര ഏജൻസികളെ സമീപിക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൊണ്ടുവരുമെന്ന കാര്യം പറയുന്നു. തൊട്ട് പിന്നാലെ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഇതിന് രാഷ്ട്രീയ മാനങ്ങൾ കൂടി വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്നത് വളരെ വ്യക്തമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ അതിശക്തമായി ഉയർന്നു വരുന്നത്. ചില രക്ഷിക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ ചില കോണുകളിൽ നിന്നുണ്ടാകുന്നുവെന്ന ആരോപണങ്ങളും ഉയർന്നു വരുന്നത്. ആര്യ, തീർച്ചയായും VV വിനോദാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഇനി വമ്പന്മാർ കുടുങ്ങുമോ എന്നുള്ള ആകാംക്ഷയാണ് ബാക്കി നിൽക്കുന്നത്. അതേസമയം തന്നെ തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ വിവാദ സ്വർണ്ണപ്പാളികൾ ഇന്ന് തിരികെ ഘടിപ്പിക്കും. VV അരുൺ നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായുണ്ട്. അരുൺ, ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണല്ലേ ഈ വിവാദ സ്വർണ്ണപ്പാളികൾ തിരികെ ഘടിപ്പിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ നോക്കൂ, ഭക്തരെ സംബന്ധിച്ച് ഈ വിവാദങ്ങൾ നിലനിൽക്കെ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാമെന്നിരിക്കെ ഈ സ്വർണ്ണപ്പാളികൾ തിരികെ ഘടിപ്പിച്ച് കാണുമ്പോൾ വിശ്വാസപരമായ ഒരു വേദന ഉണ്ടാകുക സ്വാഭാവികമല്ലേ? ആര്യ, കോടതിയുടെ അനുമതി തേടിയാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇന്ന് അവിടെ സ്ഥാപിക്കുന്നത്. നേരത്തെ അവിടെ നിന്ന് കൊണ്ടുപോയ പാളികൾ തിരികെ വയ്ക്കുകയാണ്. അത് നേരത്തെ തന്നെ കോടതിയുടെ അനുമതി തേടിയിരുന്നു. കോടതിയുടെ അനുമതി ഇല്ലാതെ അവിടെ കൊണ്ടുപോയതാണ് ഈ വിവാദങ്ങളുടെ തുടക്കമായത്. കോടതിയെ അറിയിക്കാതെ ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. അത് ശബരിമലയുടെ ചുമതലയുള്ള ജില്ലാ ജഡ്ജി റിപ്പോർട്ട് ചെയ്യുകയും ഹൈക്കോടതി അറിയിക്കുകയും അവിടെ നിന്നാണ് ഈ സ്വർണം കൊണ്ടുപോയ കാര്യങ്ങളിലൊക്കെ വലിയ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്ത് ഇപ്പോൾ ഈ തട്ടിപ്പ് സ്വർണ്ണ കൊള്ളയടക്കം പുറത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും. ഏതായാലും ഇന്ന് ആ സ്വർണ്ണപ്പാളികൾ തിരികെ വയ്ക്കുകയാണ്. ആ സ്വർണ്ണപ്പാളികൾ തിരികെ വൈകിട്ട് 6 മണിയോട് കൂടി ശബരിമലയിൽ നട തുറന്ന സാധാരണഗതിയിൽ ഈ മാസപൂജകൾക്ക് നട തുറക്കുന്നത് വൈകിട്ട് 5 മണിക്കാണ്. ഇന്ന് 4 മണിക്ക് നട തുറക്കും. തുലാമാസ പൂജകൾക്കായി 4 മണിക്ക് നട തുറക്കും. 6 മണിയോട് കൂടി പാളികൾ തിരികെ വയ്ക്കുകയും ചെയ്യും.
19 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലാണ് ഇപ്പോൾ കുറവുണ്ടായിട്ടുള്ള എന്ന വിവരം പുറത്തു വരുന്നത്. ഏതായാലും ആ വിവാദങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ ഇന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലേക്ക് അടക്കം കാര്യങ്ങൾ പോയിട്ടുള്ളത്. സെപ്റ്റംബർ 21 ഈ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചത്. കഴിഞ്ഞ മാസം 7 സെപ്റ്റംബർ 7 സ്വർണ്ണം പൂശാനായി കൊണ്ടുപോയ പാളികൾ 21 തിരികെ എത്തിക്കുകയായിരുന്നു. ഹൈക്കോടതി അനുമതിയില്ലാതെ അവിടെ സ്ഥാപിക്കാൻ ഇത് തിരികെ വെക്കാൻ കഴിയില്ല. ഹൈക്കോടതി അനുമതി തേടി തന്ത്രിയുടെ കൂടി അനുവാദത്തോടു കൂടിയാണ് ഇന്ന് ഈ സ്വർണ്ണപ്പാളികൾ സ്ഥാപിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഇന്ന് ക്ഷേത്ര നട തുറക്കും. നാളെയാണ് മേൽശാന്തി നറുക്കെടുപ്പ് നടക്കുക. ശബരിമലയിലെയും അതുപോലെ തന്നെ മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി നടക്കും. ചിത്തിര ആട്ടവിശേഷം അടക്കമുള്ള പ്രധാനപ്പെട്ട പൂജകൾ നടക്കുന്ന മാസം കൂടിയാണിത്. 22 രാജ്യത്തിന്റെ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നുണ്ട്. ആദ്യമായാണ് നേരത്തെ വീതിഗിരി സന്ദർശനം പറയുന്നെങ്കിലും അദ്ദേഹം അന്ന് ഉപരാഷ്ട്രപതി ആയിരിക്കാൻ സന്ദർശിച്ച വിവരങ്ങളും കൂടി പുറത്തു വരുന്നത്. ഏതായാലും രാഷ്ട്രപതി ദ്രൗപദി മുർമു 22 ശബരിമല സന്ദർശിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി വലിയ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും നടക്കുന്ന തുലാമാസ പൂജയ്ക്ക് നടക്കുന്ന ദിവസമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം. അതിനുവേണ്ടിയുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ശബരിമലയിൽ നിന്ന് പ്രത്യേക ഗൂർഖ വാഹനത്തിലാണ് രാഷ്ട്രപതിയെ സന്നിധാനത്തേക്ക് എത്തിക്കുക. 6ഓളം വാഹനങ്ങൾ അതിനുവേണ്ടി അകമ്പടിയുണ്ട്. അതിന്റെ ട്രയൽ റണ്ണൊക്കെ ഈ ദിവസങ്ങളിൽ ശബരിമലയിൽ നടക്കുകയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ന് ശബരിമല നട തുറക്കുമ്പോൾ നടക്കാൻ പോകുന്നത് ഈ വിവാദമായ സ്വർണ്ണപ്പാളികൾ തിരികെ വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാവുന്ന ദിവസം തന്നെ അത് തിരികെ വയ്ക്കുന്നത് കൂടി ഒരു യാദൃശ്ചികതയായി കാണാം. തീർച്ചയായും വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകുന്നേരം തുറക്കുകയാണ്. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ വിവാദ സ്വർണ്ണപ്പാളികൾ ഇന്ന് തിരികെ ഘടിപ്പിക്കും എന്നതാണ് ഏറെ ശ്രദ്ധേയം. സാരംഗ് സുധാകറിലേക്ക് ഒരിക്കൽ കൂടി നമ്മൾ പോവുകയാണ്. സാരംഗ്, എപ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ റാന്നി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും? എപ്പോൾ ആ യാത്ര ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്? സാരംഗ് സുധാകറിലേക്ക് നമുക്ക് വേഗം മടങ്ങിയെത്താം. എന്തായാലും സ്വർണ്ണപ്പാളി മോഷണ കേസിൽ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, 1ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2 കേസുകളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ വസതിയിൽ നിന്ന് SIT കസ്റ്റഡിയിലെടുത്ത് 11 മണിക്കൂറോളം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ടയിലേക്ക് യാത്ര പുറപ്പെടും. റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സാരംഗ്, പറയാം. ആര്യ, ഏതു നിമിഷവും ഇവിടെ നിന്നും പത്തനംതിട്ടയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 മണിയോടുകൂടി ഇവിടുന്ന് കൊണ്ടുപോകുമെന്നായിരുന്നു നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത് എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കണം. മാത്രമല്ല, ഈ ഒരു വലിയ വിവാദങ്ങൾ മറ്റും നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്കടക്കം സാധ്യതയുണ്ട്. കാരണം ഈ ഒരു മറ്റ് പ്രതിപക്ഷ പാർട്ടികളും BJP അടക്കമുള്ള നേതൃത്വം ഈ ഒരു വിഷയത്തിൽ വളരെ ഈ ഒരു ജനകീയ വിഷയമായി ഇതിന് ഉയർത്തിക്കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഒരു അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊന്നും ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാതെ കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായിരുന്നു ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിൽ ഇപ്പോൾ SP ശശിധരൻ അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. തുടർന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ നിന്നും മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ഒരു ദിവസത്തോളമായി ഇവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ചോദ്യം മുഴുവനായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോലീസ് വാഹനമടക്കം ഇവിടെ തയ്യാറായി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏത് നിമിഷവും ഇവിടെ നിന്നും ഇറക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആര്യ, സാരംഗ്, ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്താകാം നമ്മൾ ഇന്ന് അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ് എങ്കിൽ പോലും ഇത്രയും പുലർച്ചെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിരാവിലെ തന്നെ ഈ നീക്കങ്ങളിലേക്കൊക്കെ കടക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ റാന്നിയിലേക്ക് എത്തുക എന്നതായിരിക്കാം ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ നീക്കം, അല്ലേ?
തീർച്ചയായും ആര്യ, കാരണം ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത വളരെ അധികമുണ്ട്. കാരണം ഇത് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സെക്രട്ടേറിയറ്റിനും മറ്റും തലസ്ഥാനത്തും കേരളത്തിൽ ഉടനീളം വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ ഒരു സ്വർണ്ണപ്പാളി വിഷയം കാരണമായിരുന്നു. ഈ ഒരു സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമായിട്ട് അത് പ്രതിപക്ഷമടക്കം ഏറ്റെടുത്തതുകൊണ്ട് ഈ ഒരു പ്രതിഷേധം, അതായത് ഈ ഒരു BJP നേതൃത്വമടക്കം ഈ ഒരു പ്രതിഷേധ പരമ്പരയായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നു, മാത്രമല്ല ഇതൊരു വലിയ വിശ്വാസികളെ ബാധിക്കുന്ന ഒരു വിഷയമായി കൊണ്ട് തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് വലിയൊരു വിശ്വാസ സമൂഹത്തെ ഈ ഒരു വിഭാഗവുമായി ഈ ഒരു വിഷയവുമായി ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും BJPയുടെ അടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തന്നെ പുലർച്ചെയാണ്. മാത്രമല്ല ഈ ഒരു മെഡിക്കൽ അടക്കം നടത്തിയതും ഈ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പരമാവധി ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാതെയുള്ള ഒരു അന്വേഷണം, അതാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇത് പ്രത്യക്ഷത്തിലുള്ള ഒരു അന്വേഷണം, അതായത് ജനങ്ങളിലേക്ക് ഈ ഒരു പ്രതിഷേധത്തിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്താൽ അത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക സർക്കാരിനെ ആയിരിക്കും. മാത്രമല്ല ഈ ഒരു അന്വേഷണത്തെ തന്നെ അത് ബാധിച്ചേക്കാം. ഒരു ജനകീയ ഒരു വിശ്വാസി സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ഇത്രയും വൈകി നടത്തിയതും തുടർന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു അന്വേഷണ സംഘം കടക്കാൻ കാരണമായത്. ആര്യ, യെസ്, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. സാരംഗിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വിനോദ് നമുക്കൊപ്പം തുടരുകയാണ്. വിനോദ്, കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കൊള്ള, അത് എത്രയോ വർഷമായി തുടർന്നു വന്ന കുറ്റകൃത്യങ്ങളാണ്. പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ആശ്ചര്യമായിരുന്നു ഈ കേസ് തുടക്കം മുതൽ തന്നെ മലയാളി പ്രേക്ഷകർക്ക്, വിശ്വാസി സമൂഹത്തിനപ്പുറം സാധാരണക്കാരായിട്ടുള്ള എല്ലാ മലയാളികൾക്കും ഇത് കേൾക്കുമ്പോൾ വളരെ ആശ്ചര്യമായിരുന്നു. ഇതിന്റെ ഓരോ വഴികളും, ഈ തട്ടിപ്പും കൊള്ളയും ഒക്കെ എങ്ങനെ നടന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് പല ഘട്ടങ്ങളിലും നടന്നത് എന്ന് തന്നെ പറയാം. നമ്മൾ ഈ കേസിന്റെ നാൾ വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുബുദ്ധി തന്നെയാണോ ഈ വർഷങ്ങൾക്ക് ശേഷം ഈ തട്ടിപ്പ് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വഴിവെച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി മാത്രം എത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതിനുശേഷം വർഷങ്ങളോളം അവിടെ നിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് ചില സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുകയും ബാംഗ്ലൂരിലേക്ക് പോവുകയും അവിടെ ചില വ്യവസായികളുമായി ബന്ധം സ്ഥാപിക്കുകയും ആ വ്യവസായികൾ, നമുക്കറിയാം തമിഴ്നാടും ആന്ധ്രയും കർണാടകയും ഒക്കെ വളരെ വിശ്വാസികളുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് അതിസമ്പന്നർ ശബരിമലയിലേക്ക് വരുന്ന ഒരു രീതിയുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. അവിടെ നടത്തുന്ന നേർച്ചകൾ, അങ്ങനെയുള്ള അവരുടെ സമർപ്പണങ്ങൾ, ഇതെല്ലാം തന്നെ നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ അവരെ സ്വാധീനിക്കുകയും അവരുടെ ഒരു ഏജന്റായി, അല്ലെങ്കിൽ അവരെ ഇവിടെ എത്തിച്ച് അവർക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇടനിലക്കാരനായി മാറുന്ന നില. മാത്രമല്ല ഈ വിജിലൻസിൻ്റെ ആദ്യത്തെ പരിശോധനയിൽ തന്നെ മനസ്സിലായത് ഈ ഏറ്റെടുത്ത നേർച്ചകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പുകളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സമ്പത്തുണ്ട്, പക്ഷേ അതെല്ലാം തന്നെ ഈ തരത്തിൽ ഇടനിലം നിന്ന് സമ്പാദിച്ച സ്വത്തുക്കളാണ് എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ ചെന്നെത്തുന്നത്. മാത്രമല്ല ഈ സ്വർണം കൊണ്ടുപോയി ഏതാണ്ട് 39 ദിവസം കഴിഞ്ഞാണ് അവിടെ എത്തുന്നത്. ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അവിടെ അതുവരെ ഇത് എവിടെയെല്ലാം കൊണ്ട് സഞ്ചരിച്ചു, എറണാകുളത്തും കോട്ടയത്തുമൊക്കെ കൊണ്ടുപോവുകയും അവിടെ പൂജ നടത്തുകയും ചെയ്ത പല ക്ഷേത്രങ്ങളിലും വീടുകളിലുമൊക്കെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. സ്പോൺസറുടെ ക്ഷേത്രത്തിലേക്കടക്കം, മലയാളിയായ ഒരു സ്പോൺസറാണ് അദ്ദേഹം, പിന്നീട് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഇത് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം, ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം, ഇങ്ങനെ വളരെ സ്വതന്ത്രമായി ശബരിമലയിലെ സ്വർണം കൊണ്ടു നടക്കാൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മഹസറിൽ എഴുതിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഏറ്റവും വലിയ സംശയങ്ങൾ അവശേഷിക്കുന്നത്. എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പുപാളി എന്ന് തരത്തിൽ എഴുതുന്നത്? പത്മകുമാറിൻ്റെ മകൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്പോൺസറായി മാറുന്നത്? വാസുവിന് ഇതിൽ എന്താണ് പ്രത്യേക താല്പര്യമുള്ളത്? അതിന് മുകളിലേക്ക് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുണ്ടായിരുന്നു. അന്നത്തെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാഷ്ട്രീയ നേതൃത്വമുണ്ട്. അതിലൊക്കെ ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. ഇതിൽ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചേർക്കുമ്പോൾ ഒരുപക്ഷെ സർക്കാർ ഏജൻസി ആയതുകൊണ്ട് മാത്രമായിരിക്കും
ദേവസ്വം ബോർഡ് നെ മാത്രം പ്രതിയാക്കുന്നത്. അതിലെ അന്നത്തെ ആളുകളെയോ ഇന്നത്തെ ആളുകളെയോ പേരെടുത്ത് പറയാതെ ദേവസ്വം ബോർഡ് പ്രതി എന്ന തരത്തിലൊരു ഒഴുക്കൻ മട്ടിലുള്ള രീതിയിൽ പ്രതിപട്ടികയിൽ ചേർത്ത് പോകുന്ന രീതി. പക്ഷേ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല സ്ഥിതി. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകുന്ന സ്ഥിതി ഉണ്ടാകും. എന്നാലും കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം, ഇതുവരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അത് എവിടെയും എത്തുന്നില്ല, കുറച്ച് വരുന്നു, CPM-മായി ഡീലുണ്ടാക്കുന്നു, തിരികെ പോകുന്നു എന്ന തരത്തിലാണ്. ഏതായിരുന്നാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടും എന്ന് തന്നെയാണ്. ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ടായ നമ്മളത് എടുത്തു കാണേണ്ട കാര്യമാണ്. കാരണം അയ്യപ്പ സംഗമം നടത്തുമ്പോൾ SNDP യോഗത്തിൻ്റെ വലിയ പിന്തുണ, അകമഴിഞ്ഞ പിന്തുണയാണ്. വെള്ളാപ്പള്ളി നടേശൻ കുറേ കാലങ്ങളായി പിണറായി വിജയനുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്, സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണയിൽ വലിയ അതിശയമില്ല. പക്ഷേ NSS വരുന്നു. NSSൻ്റെ വലിയ പിന്തുണ അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാരിന് ലഭിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റി, അതായത് ഈ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതിലൊരു തിരുത്തൽ വരുത്തി സർക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ പിന്തുണയ്ക്കാം എന്ന രീതിയിലേക്ക് NSS വരുന്നു. ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വരുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള എതിർ പ്രചരണം, ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് കരയോഗങ്ങളിലും താലൂക്ക് യൂണിയനുകളിലും ഒക്കെ തന്നെ സുകുമാരൻ നായർക്കെതിരെയുള്ള പ്രചരണം നടക്കുന്നു. അപ്പോഴും അദ്ദേഹം എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് ഈ സ്വർണ്ണ കവർച്ചയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടുകൂടി SNDP യോഗവും NSS-ഉം ഈ അയ്യപ്പ സംഗമത്തിന് നൽകിയ പിന്തുണയിൽ നിന്ന് പിന്നാക്കം പോകുന്നു എന്ന് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ദേവസ്വം ബോർഡ് പൂർണ്ണമായും അഴിച്ചു പണിയണമെന്നാണ്, അതിൻ്റെ തലപ്പത്ത് IAS-കാരെ കൊണ്ടുവരണമെന്നാണ്. രാഷ്ട്രീയക്കാർ ദേവസ്വം ബോർഡിൻ്റെ മുകളിൽ വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് വെള്ളാപ്പള്ളി നടേശന് പോലും പോകേണ്ടി വന്നത് ഇതിൻ്റെ ഒരു ആഴം കൊണ്ടാണ്, ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി കൊണ്ടാണ്. ഈ കേസിൻ്റെ ഒരു കുറ്റകൃത്യത്തിൻ്റെ അതിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ ഒരു ഗൗരവം കൊണ്ടാണ് അദ്ദേഹത്തിന് പോലും അങ്ങനെ പറയേണ്ടി വരുന്നത്. സ്വാഭാവികമായും NSS-ഉം ഇക്കാര്യത്തിൽ എതിർ ശബ്ദമുയർത്തുന്നുണ്ട്. NSS-ൻ്റെ നേതൃത്വവും നേരത്തെ സർക്കാരിന് അയ്യപ്പ സംഗമത്തിൽ പിന്തുണ നൽകിയെങ്കിലും ഈ ശബരിമലയിൽ നിന്ന് തന്നെ സ്വർണം നഷ്ടമായി എന്നത്, അത് വലിയ തോതിൽ സ്വർണം നഷ്ടമായി എന്നത് NSS-നെ സംബന്ധിച്ചും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിൽ പ്രതികളെ പിടിക്കണം, കുറ്റക്കാരെ കണ്ടെത്തണം എന്ന് സാമുദായിക സംഘടനകൾ പോലും മാറിപ്പറയുന്ന നിലയിലേക്ക് പോകുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് സർക്കാരാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോഴും അത് കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ, ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരും, അത് ഇടത് സർക്കാരുകളാണ്. അവിടെ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കം, അന്ന് അവിടെ ബോർഡ് അംഗങ്ങളായി വന്ന ആളുകളടക്കം സംശയനിലയിലേക്ക് വരുന്നു. ബോർഡ് പ്രതിയാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരോ മാത്രമല്ല. ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതുകൊണ്ട് ഇത് അവസാനിക്കാൻ പോകുന്നൊരു കാര്യമല്ല. അതെ, ആ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് അടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് മടങ്ങിയെത്തണം. വിനോദ്, എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്ന് റാന്നിയിലെ കോടതിയിലേക്ക് ഹാജരാക്കുവാൻ വേണ്ടി അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.